മനുഷ്യനെ കൊണ്ടുപോയി ഖബറിലേക്ക് വെച്ചാൽ ആദ്യമായി അവന് ഖബറിൽ അഭിമുഖീകരിക്കേണ്ട വിഷയമേതാണ്? ആദ്യമായി ഖബറിൽ അവന് കണ്ടുമുട്ടുന്നതായ വസ്തു എന്താണ്? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമോ വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, മാ സഅലനി അൻഹു ഇല്ലാ أنت يا ابن مسعود. അല്ലയോ ഇബ്നു മസ്ഊദ്, നീയല്ലാതെ ഇന്നുവരെ ഒരാളും അതിനെ കുറിച്ച് ചോദിച്ചിട്ടില്ല. അതൊരു നല്ല ചോദ്യമാണ്. മാ സഅലനി അൻഹു ഇല്ലാ അൻത യാ ഇബ്ന മസ്ഊദ്. ഇബ്നു മസ്ഊദേ, ഇന്നുവരെ ഖബറിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ ഖബറിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് പലകയിട്ടുകൊണ്ട് മണ്ണിട്ടുകൊണ്ട് മൂടി കഴിയുമോ ആ ഖബറിൽ അവൻ കണ്ടുമുട്ടേണ്ടതാകുന്ന വസ്തു ഏതാണ് എന്ന് ഒരാളും എന്നോട് ഇന്നുവരെ ചോദിച്ചിട്ടില്ല. ഞാൻ നിനക്കത് വ്യക്തമായി പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, അവ്വലുമായൽ ഖൽമയ്യതു ഇദാ ദഖല ഖബറഹു. إذا دخل قبره ملك اسمه رومان. ഒരു മനുഷ്യനെ കൊണ്ടുപോയി ഖബറിലേക്ക് വെച്ചാൽ ആദ്യമായി അവൻ ഖബറിൽ കണ്ടുമുട്ടുന്നത് റൗമാൻ എന്ന ഒരു മലക്കിനെയാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആദ്യമായി ഖബറിൽ കണ്ടുമുട്ടുന്നത് റൗമാൻ എന്ന മലക്കിനെയാണ്, നബി മുഹമ്മദ് മുസ്തഫ. നാളെ നമ്മളൊക്കെ നേരിട്ട് അഭിമുഖീകരിക്കേണ്ട വിഷയമാണ് ഈ പറയുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ അടുത്ത സെക്കൻഡിൽ നമ്മൾ മരണം വരിക്കേണ്ടവരാണ്, മരണത്തെ പുൽകേണ്ടവരാണ്. ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ച് നമ്മുടെ വാപ്പ, കുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ എല്ലാവരും ഇങ്ങ് പിരിയുമ്പോ ഖബറിൽ ആദ്യമായി നമ്മൾ കണ്ടുമുട്ടുന്ന ആള് റൗമാൻ എന്ന മലക്കാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുങ്കർ നക്കീർ അലൈഹിം വസ്സലാം ഒന്നുമല്ല, ആദ്യം ഖബറിൽ വരുന്ന ആള് റൗമാൻ എന്ന മലക്കാണ്. മലക്ക് അവനെ വിളിച്ചിരുത്തിക്കൊണ്ട് അവനോടായി ചോദിക്കുകയാണ്, യാ അബ്ദല്ലാഹ്, അല്ലാഹുവിന്റെ ദാസ, അല്ലാഹുവിന്റെ അടിമയെ എഴുന്നേൽക്കണേ. ഖും യാ അബ്ദല്ലാഹ് ഉക്തുബ് അമലക. റൗമാൻ എന്ന മലക്ക് അവനോടായി ആദ്യമായി ആവശ്യപ്പെടുകയാണ്, നീ നിന്റെ നന്മ തിന്മകളെ രേഖപ്പെടുത്തണേ, നിന്റെ എല്ലാ സുഹൃത്തുക്കളും എല്ലാ തിന്മകളും അടയാളപ്പെടുത്തണേ. ഫയഖൂലുൽ അബ്ദു, ഖബറിൽ നിന്ന് എഴുന്നേറ്റതാകുന്ന മനുഷ്യനവൻ ചോദിക്കുകയാണ്, മാ മഈ ദവാതുൻ വലാ ഖിറതാസുൻ വലാ ഖലമുൻ. എന്റെ കയ്യിൽ പേനയില്ലല്ലോ, എന്റെ കയ്യിൽ മഷിക്കുപ്പിയില്ലല്ലോ, എന്റെ കയ്യിൽ മഷിയില്ലല്ലോ, എന്റെ കയ്യിൽ കടലാസില്ലല്ലോ. മാ മഈ ദവാതുൻ വലാ ഖിറതാസുൻ വലാ ഖലമുൻ. എന്റെ കയ്യിൽ പേനയില്ല, എന്റെ കയ്യിൽ പേപ്പറില്ല, എന്റെ കയ്യിൽ കടലാസില്ല, എന്റെ കയ്യിൽ മഷിയില്ല. കൈഫ അക്തുബു, ഞാൻ എങ്ങനെയാണ് എഴുതുക? ഫയഖൂലു മലകു റൗമാൻ, മലക്ക് റൗമാൻ എന്ന മലക്കവനോടായി പറയുകയാണ്, കഫലുക ഖിറതാസുക വമിദാദുക റീഖുക വഇസ്ബഉക ഖലമുക. മണവാട്ടിയുടെ ചാരത്ത് വന്നു ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട മുസ്ലിമത്തെ, നാളെ ഞാനും നീയും അഭിമുഖീകരിക്കേണ്ട വിഷയമാണ്. ഖബറിന്റെ ഏകാന്തതയിൽ വ്യക്തമായി കാണേണ്ടതായ കാഴ്ചയാണ്. നമ്മളോടായി റൗമാൻ എന്ന മലക്ക് വിളിച്ചു പറയുകയാണ്, കഫനുക ഖിറതാസുക, കഫനുക ഖിറതാസുക. നിന്റെ കടലാസായിട്ട് മാറ്റുകയാണ്, നിന്റെ കഫം മുഴുവൻ കടലാസാക്കി മാറ്റണേ.
നിനക്കുള്ള കടലാസ്, നിനക്കുള്ള പേപ്പർ നിന്റേതാകുന്ന കഫം പുടവയാണ്. നിന്റെ വായിലുള്ളതാകുന്ന ഉമനീര് അതാണ് നിനക്കുള്ളതാകുന്ന മഷി. നിന്റെ വിരലിന്റെ തുഞ്ചമാണ് നിനക്കുള്ള പേനയെന്നും തിരിച്ചറിയണേ. വിരലിന്റെ തുഞ്ചം പേനയാക്കി നിന്റെ വായിലുള്ള ഉമനീര് മഷിയാക്കി അതിലേക്ക് പേന കൊണ്ട് മുക്കിയിട്ട് നിന്റെ കഫം കുടയാകുന്ന വസ്ത്രത്തിലേക്ക് അതാകുന്ന പേപ്പറിലേക്ക് നീ അടയാളപ്പെടുത്തണേ. സകല നന്മത്തിന്മകളും രേഖപ്പെടുത്താൻ പറയുകയാണ്. ഓർക്കാൻ പറ്റുമോ സഹോദര, ഖബറിലുള്ളതാകുന്ന അവസ്ഥയാണ്. എന്തൊരു ഭയാനകമാകുന്ന ലോകമാണ്. ഈ ദുനിയാവിൽ നീ ചെയ്തതാകുന്ന എല്ലാ തിന്മകളും എല്ലാ നന്മകളും ഖബറിൽ നിന്നുകൊണ്ട് അവൻ ചിന്തിക്കുകയാണ്. പ്രായപൂർത്തിയെത്തിയതാകുന്ന തല മുതൽ എത്രയോ ഹറാമുകൾ ചെയ്തവനാണ്, എത്രയോ മോശപ്പെട്ട സിനിമകൾ കണ്ടവനാണ്, എത്രയോ ഹറാമാകുന്ന ചാറ്റിങ്ങുകൾ നടത്തിയവനാണ്. ഏതെല്ലാം മോശപ്പെട്ടതാകുന്ന തലത്തിലേക്ക് കണ്ണുകളെ, കാതുകളെ, ഹൃദയത്തെ കൊണ്ടുപോയി നടന്നവനാണ്. പോകാത്ത പാർക്കുകളില്ല, പോകാത്ത മാളുകളില്ല, പോകാത്ത ബീച്ച് റോഡുകളില്ല, പോകാത്തതാകുന്ന വിചാരശാലകളില്ല, കള്ള് ഷാപ്പുകളില്ല. മോശപ്പെട്ട തലത്തിലേക്ക് മുഴുവനും കണ്ണു നട്ടവനല്ലയോ. ഹറാമാകുന്ന ചിന്ത വെച്ചുകൊണ്ട് മനസ്സ് വ്യാപൃതരായി നടന്നവനല്ലയോ. നമസ്കാരമില്ലാത്ത ജീവിതമായിരുന്നു, നോമ്പ് നോക്കാത്ത ജീവിതമായിരുന്നു, സകാത്ത് കൊടുക്കാത്ത ജീവിതമായിരുന്നു, ഹജ്ജ് ജീവിതത്തിൽ ചെയ്യാത്ത മനുഷ്യനാണ്, പാപമംഗലമാകുന്ന ഹൃദയവുമായി നടന്നവനാണ്. എല്ലാ തെറ്റുകുറ്റങ്ങളും അവൻ ഖബറിൽ നിന്നുകൊണ്ട് എഴുതുകയാണ്. ഫയക്തുബു ഹസനാതിഹി വസയ്യിആതിഹി കയൗമിൻ വാഹിദ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരു ദിവസം ചെയ്തതാകുന്ന തെറ്റുകുറ്റങ്ങളെ പോലെ, ഒരു ദിവസം ചെയ്തതാകുന്ന നന്മകളെ പോലെ അവന്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ സുഹൃതങ്ങളും എല്ലാ പാകപ്പിഴവുകളും അവൻ കഫം കുടയിലേക്ക് രേഖപ്പെടുത്തുകയാണ്. ഖബറിൽ നിന്നുകൊണ്ട് എഴുതുകയാണ്. وكل إنسان ألزمناه طائره في عنقه ونخرج له يوم القيامة كتابا يلقاه منشورا. اقرأ كتابك كفى بنفسك اليوم عليك حسيبا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, ഈ ദുനിയാവിൽ നീ ചെയ്തതാകുന്ന സകല നന്മകളും തിന്മകളും കഫം കുടയിലേക്ക് ഖബറിൽ നിന്നുകൊണ്ട് ഉമനീര് വിരൽ മുക്കിക്കൊണ്ട് പരിപൂർണമായി രേഖപ്പെടുത്തുമ്പോ അതെല്ലാം കൂടി ചുരുട്ടിയിട്ട് നിനക്കതാ മലക്കുകൾ നിന്റെ തോളിലേക്ക് മഹ്ശറിലേക്ക് വരുമ്പോൾ വെച്ച് തരുകയാണ്. അതാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുന്നത്. വകുല്ലു ഇൻസാനിൻ അൽസംനാഹു طائره في عنقه. ഈ ദുനിയാവിൽ ചെയ്തതാകുന്ന ഏതെല്ലാം നന്മകളുണ്ടോ, ഏതെല്ലാം തിന്മകളുണ്ടോ അത് മുഴുവനും രേഖപ്പെടുത്തിയ കഫം കുടവ നിന്റെ തലയിലേക്ക്, നിന്റെ പേടിയിലേക്ക് അല്ലാഹു വെച്ച് നൽകുകയാണ്. നാളെ കത്തിച്ചൊലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് നിർത്തി കത്തിയാൾ നരകത്തിലേക്ക് നീ പോകുമ്പോ നിനക്ക് മാതാപിതാക്കളും ബന്ധുമിത്രാദികളും അവരിലേക്ക് നിന്നെ എടുത്തു വെച്ചതാകുന്ന സമയത്ത് നിന്നെ ധരിപ്പിച്ചതാകുന്ന വസ്ത്രമില്ല. അക്ഷരയിലേക്ക് പോകുമ്പോ അത് മുഴുവനും കഫം കുടവ് മുഴുവനും നീ എഴുതിയതാകുന്ന നന്മ തിന്മകൾ മുഴുവനും ചുരുട്ടിയിട്ട് നിന്റെ പെരടിയിൽ വെച്ച് തരുകയാണ്. അതല്ലേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, യഹ്ശുറുന്നാസു ഹുഫാതൻ ഖുറാതൻ ഖുറലാ. ഈ ദുനിയാവിൽ അമ്പല ചുംബികളായ മണിമേടകൾ വെച്ച് ഉല്ലസിക്കുന്നവരെ, മാളിക സൗധങ്ങൾ
സൗകര്യങ്ങൾ തീർത്തുകൊണ്ട് ജീവിതം നയിക്കുന്നവരെ, അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്നതാകുന്ന മുസ്ലിമേ മുസ്ലിമത്തേ, അറിയണേ, പഠിക്കണേ, ഖബറിന്റെ ജീവിതം ഭയാനകമാണ്. 3 തുണി കഫൻ മുറിയിൽ പൊതിഞ്ഞിട്ട് നിന്നെ കൊണ്ടുവന്ന് കുടുംബാദികൾ അടക്കിയാലും നാളെ മഹ്ശറിലേക്ക് പോകുമ്പോ അത് മുഴുവനും നീ എഴുതിയതാകുന്ന നന്മ തിന്മകളാണ്. നിന്റെ ജീവിതത്തിൽ പ്രായപൂർത്തിയെത്തിയ തലം മുതൽ നീ ചെയ്തു വെച്ചതാകുന്ന ഏതെല്ലാം നന്മകളുണ്ടോ, ഏതെല്ലാം തിന്മകളുണ്ടോ, അത് മുഴുവനും കഫൻകുടയിലേക്ക് രേഖപ്പെടുത്തുകയാണ്. അത് മുഴുവനും പേടിയിലേക്ക് വെച്ചിരിക്കുകയാണ്. അതുമായിട്ട് മഹ്ശറിലേക്ക് കയറി ചെല്ലുകയാണ്. അതാണ് നാളെ നിനക്ക് നൽകപ്പെടുന്നതായ ഏടാക്കി അല്ലാഹു മാറ്റുന്നത്. ഈ ദുനിയാവിൽ നമസ്കാരം ചിട്ട വെച്ചവനാണോ, നോമ്പുകൾ നോറ്റി വീട്ടിയവനാണോ, സകാത്തുകൾ കൊടുത്തു വീട്ടിയവനാണോ, പാവങ്ങളുടെ കണ്ണീരപ്പിയവനാണോ, നിരാലംബ കവലംബമായവനാണോ, നിരാശകൾക്ക് ആശ്രയത്വം കൊടുത്തവനാണോ, സാധുക്കളെ സഹായിച്ചവനാണോ, വിധവകൾക്ക് അത്താണിയായി വർത്തിച്ചവനാണോ, യതീമക്കളുടെ തലയെ തലോടിക്കൊണ്ട് അവരുടെ സങ്കടങ്ങൾ പരിപൂർണമായി ഏറ്റെടുത്തതായ സഹോദരനാണോ, ഹാഫിളീങ്ങളാകുന്ന മക്കളെ ആദരിച്ചവനാണോ, ദീനിനെ സഹായിച്ചവനാണോ, ഔലിയാക്കൾ ആദരിച്ചവനാണോ, ഔലിയാക്കൾ ആദരിച്ചവനാണോ, ദീനനുസരിച്ചുകൊണ്ടുള്ള ചിട്ടയായ ജീവിതം ഈ ദുന്യവിയായ കാലഘട്ട ജീവിതത്തിൽ നടത്തിയവനാണോ, അവനെ വലത് കൈയിലേക്ക് അല്ലാഹു എടിനെ നൽകുകയാണ്. അതല്ല ഈ ദുനിയാവിൽ നീചവൃത്തികൾ ചെയ്തുകൊണ്ട്, കല്ല് കുടിച്ചുകൊണ്ട്, വ്യഭിചരിച്ചുകൊണ്ട്, സിനിമ കണ്ടുകൊണ്ട്, MDMA സിനിമ അടക്കമുള്ള മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ച് കഴിഞ്ഞവനാണോ, അവന്റെ ഇടത് കൈയിലേക്ക് അല്ലാഹു എടിനെ കൊടുക്കുകയാണ്. كبيرة إلا أحصاها. ഈ ദുനിയാവിൽ നീ ചെയ്തതാകുന്ന ഒരു നന്മയോ ഒരു തിന്മയോ വിട്ടുപോകാത്ത നിലയ്ക്ക് അല്ലാഹു ആ ഏടിൽ കൃത്യമാക്കി വെച്ചിരിക്കുകയാണ്. അതാണ് നിന്റെ കയ്യിലേക്ക് നൽകുന്നത്. എന്നിട്ട് മലക്കുകൾ മുഖേന അല്ലാഹു പറയുകയാണ്, ഇഖ്റാ കിതാബക ഇഖ്റാ കിതാബക കഫാ بنفسك اللوم عليك حسيبا. ദുനിയാവിൽ മോശപ്പെട്ട ജീവിതം നയിച്ച മനുഷ്യ, മോശപ്പെട്ട പ്രവണതയുമായി നടന്നതായ സഹോദരി, നിന്റെ ഏടിതായത് കയ്യിലേക്ക് നൽകിയത് ഒന്ന് വായിച്ചു നോക്കണേ, വായിച്ചു നോക്കണേ. ഏറ്റവും വലിയ ഹിസാബാണ്, ഹിസാബാണ്. ഈ ദുനിയാവിൽ നീ ചെയ്തു കൂട്ടിയതാകുന്ന തിന്മകൾ, നിസ്സാരമായി കണ്ടതാകുന്ന തിന്മകൾ ആഖിറത്തിൽ വലിയ ഭാരമായിട്ട് നിനക്ക് തോന്നുകയാണ്. വല്ലാതെ പ്രയാസപ്പെടുന്നതായ രംഗമാണ്. അഊദു ബില്ലാഹ്. നമ്മളെ കാക്കുമാറാവട്ടെ, അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ട് ചിന്തിക്കണം, ഖബർ നിസാരമല്ല. ഖബറിൽ ആദ്യമായി കണ്ടുമുട്ടുന്നത് റൗമാൻ എന്ന മലക്കിനെയാണ്. റൗമാൻ എന്ന മലക്കാണ് അലൈഹിസ്സലാം. അദ്ദേഹം വന്നിട്ട് നമ്മളോട് പറയും, എല്ലാ നന്മത്തിന്മകളും രേഖപ്പെടുത്തണം. കയ്യിൽ പേനയില്ല, മഷിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കഫം പുടവെ അല്ലാഹു കടലാസാക്കി തരാണ്, അതിലേക്ക് എഴുതാണ് മൊത്തം. ഹദീസാണ്, പറഞ്ഞതാരാണ്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അടുത്ത ഒരു ജീവിത ഘട്ടത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ നേരിട്ട് കാണാൻ പോവാണ്. ഒരുപാട് കാലം ജീവിച്ചു, അതുകൊണ്ടൊന്നും കാര്യമില്ല. 30, 40, 50 വയസ്സൊക്കെ ഞാൻ ജീവിച്ചു ഉസ്താദേ. ജീവിക്കുന്ന കാലം അത്രയും എന്തെങ്കിലും സുഹൃതങ്ങൾ ചെയ്തോ രക്ഷപ്പെടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു വഖത്ത് പോലും ജമാഅത്ത് മുടക്കാതെ നിസ്കരിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ഒരു സലാത്തിലേക്ക് എല്ലാവരും زر ضريح المصطفى وازد إقامة به زرت حميم زاويا عن قلبك زلزال زال لا إله إلا الله رب ربنا ربه لم يعرفا ولم يروب ربيبه لكن أضل القوم بالآراء راء لا إله إلا الله. അപ്പോൾ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
അവന് സുഹൃതങ്ങൾ അനുഷ്ഠിക്കാനും നന്മകൾ ചെയ്യുവാനും വേണ്ടിയിട്ടാണ് അള്ളാഹു നമ്മെ പടച്ചത്. ഇവിടെ നമ്മൾ കളിച്ചും രസിച്ചും തമാശിച്ചും ഇരുന്നാൽ ആഖിറം നഷ്ടമായി പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു വ്യക്തി ചോദിച്ചു, അയ്യുന്നാസി ഖൈറുൻ, ജനങ്ങളിൽ ഏറ്റവും ഉത്തമനാരാണ്, ഏറ്റവും നല്ല വ്യക്തി ആരാണ്? നല്ലൊരു ചോദ്യമാണ്. അപ്പൊ നബി തങ്ങൾ കൊടുത്ത മറുപടി ശ്രദ്ധിക്കണം, നല്ലതുപോലെ ശ്രദ്ധിക്കണം. قال رسول الله صلى الله عليه وسلم نبينا رسول الله صلى الله عليه وسلم തങ്ങളോട് من طال عمره وحسن عمله നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആരൊരുവൻ ഈ ദുനിയാവിൽ അല്ലാഹുവിന് വേണ്ടി സുഹൃതങ്ങൾ അനുഷ്ഠിച്ചോ, ഒരുപാട് കാലം ജീവിക്കുകയും അല്ലാഹുവിനെ മറക്കാതെ ഇബാദത്ത് എടുക്കുകയും ചെയ്തതായ ഏതൊരു സഹോദരനുണ്ടോ സഹോദരിയുണ്ടോ, ജനങ്ങളിൽ ഏറ്റവും ഉത്തമർ അവരാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. من طال عمره وحسن عمله, ഒരുപാട് കാലം ജീവിക്കുകയും ആ ജീവിച്ച കാലം അത്രയും നന്മകൾ ചെയ്യാൻ അവസരം കിട്ടിയതായ ഏതൊരു സഹോദരനുണ്ടോ സഹോദരിയുണ്ടോ അവർ ജനങ്ങളിൽ ഏറ്റവും ഉത്തമരാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ഒരുപാട് കാലം ജീവിക്കാൻ അവസരം കിട്ടി, മാത്രമല്ല ആ ജീവിച്ച കാലം അത്രയും ഇബാദത്ത് എടുക്കാനും അവസരം കിട്ടി. നിസ്കാരം കറക്റ്റാണ്. നമ്മളോട് പറയാനുണ്ടല്ലോ, വാപ്പ വല്യുപ്പ വല്യുമ്മ അവരൊക്കെ നിസ്കാരം ഒന്നുപോലും മുടക്കിയിട്ടില്ല ഉസ്താദേ, ഖുർആൻ എപ്പോഴും ഓതും. അങ്ങനെ പറയുന്ന ഒരു അവസ്ഥ എല്ലാവർക്കും കിട്ടണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മളൊക്കെ വെറുതെ ജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, വെറുതെ ഇങ്ങനെ ജീവിച്ചു പോവാണ്, കന്നുകാലികളുടെ ജീവിതം പോലെ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. വെറുതെ 40, 50, 60 വയസ്സുവരെ ഇങ്ങനെ ജീവിച്ചു എന്നല്ലാതെ നിസ്കാരങ്ങൾ ചിട്ടയില്ല. എനിക്കുന്നുണ്ട് പക്ഷെ കറക്റ്റല്ല, നോമ്പ് പിടിക്കുന്നുണ്ട് പക്ഷെ കറക്റ്റല്ല, സകാത്ത് കൊടുക്കുന്നുണ്ട് പക്ഷെ ശരിയായ വിധത്തിലല്ല, ഹജ്ജും ഉംറയൊക്കെ ചെയ്യുന്നുണ്ട് ആർക്കോ വേണ്ടി ചെയ്യാൻ, ലോകമാന്യതയ്ക്ക് വേണ്ടി ആയിപ്പോയി. അവ ഒന്നും അതിന്റെ കറക്റ്റായ വിധത്തിലാവുന്നില്ല എന്നർത്ഥം. ഒരുപാട് കാലം ജീവിക്കുക എന്നുള്ളതല്ല കാര്യം, മറിച്ച് ജീവിക്കുന്ന കാലം അത്രയും നല്ല സുഹൃതം ചെയ്ത് ജീവിക്കലാണ് ഖൈർ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, ഏറ്റവും ഉത്തമനാരാണ്? കുറേ കാലം ജീവിച്ചു, ആ ജീവിച്ച കാലം അത്രയും നന്മകൾ ചെയ്തു അവനാ. തങ്ങളോട് ചോദ്യകർത്താവ് വീണ്ടും ചോദിക്കുകയാണ്, ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവനാരാണ് റസൂലേ? ഏറ്റവും നീചനായ വ്യക്തി ആരാണ്? അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബ മൻ ത്വാല ഉമറുഹു വസാഅ അമലുഹു, ഒരുപാട് കാലം ജീവിക്കുകയും ആ ജീവിച്ച കാലം അത്രയും തിന്മയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചതായ ഏതൊരു സഹോദരനുണ്ടോ ഏതൊരു സഹോദരിയുണ്ടോ, ലോകത്തെ ഏറ്റവും മോശപ്പെട്ടവരവരാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. മൻ ത്വാല ഉമറുഹു വസാഅ അമലുഹു, ജീവിച്ചിട്ടുണ്ട് പക്ഷേ ജീവിച്ച കാലം അത്രയും നിസ്കാരം ചിട്ടയില്ല, നോമ്പുകൾ കൃത്യതയില്ല, സകാത്തുകൾ കറക്റ്റ് അല്ല, ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവൻ അവനാണ് അവളാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരുപാട് കാലം ജീവിച്ചു പക്ഷെ ജീവിതത്തിലെല്ലാം തിന്മയാണ്, നന്മയൊന്നുമില്ല, അവനാണ് ഏറ്റവും മോശപ്പെട്ടവൻ. ഒരുപാട് കാലം ജീവിച്ചു, ജീവിച്ച കാലം അത്രയും നന്മയുണ്ട്, അവനാണ് ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ.
അതിൽ നമ്മൾ ഒന്നാമത്തെ വിഭാഗത്തിൽ ഉൾപ്പെടണം. ഒരുപാട് കാലം ജീവിക്കണം, ആ ജീവിച്ച കാലം അത്രയും നന്മ വേണം. അതുകൊണ്ടാണല്ലോ നമ്മൾ സയ്യിദന്മാർക്കും ഉസ്താദുമാർക്കും ഒക്കെ സ്വാഗതം പറയുമ്പോഴും ദുആ ചെയ്തു കൊടുക്കുമ്പോഴും ദ്വാരക്കും എന്ത്, അല്ലാഹുവേ നിന്റെ ത്വാഅത്തിനായി ദീർഘായുസ്സ് നസീബാക്കണേ റഹ്മാനെ എന്ന് പറയും. അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ഇബാദത്ത് എടുത്തുകൊണ്ട് ദീർഘായുസ്സ് കിട്ടുന്നതിനാണ് കാര്യം. 50 കൊല്ലം 60 കൊല്ലം ജീവിക്കുന്നതിൽ കാര്യമില്ല. ജീവിക്കുന്ന കാലം അത്രയും എന്തെങ്കിലും നന്മ ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെ നമ്മൾ രക്ഷപ്പെടുള്ളൂ. सेविंग्स हम सब करते हैं, but let's be honest, उससे सिर्फ पैसे बचते हैं, बढ़ते नहीं. That starts with investing. That's when my dad recommended the Grow app to me. You can get started in minutes with a free Demat account and zero annual maintenance charges. यहाँ पर आप सिर्फ 100 रुपए से इन्वेस्टिंग स्टार्ट कर सकते हो. Over 1 crore people have already chosen Grow as their investment app. तो अब पैसे सिर्फ बचाओ नहीं, बढ़ाओ भी. Download Grow. Start investing. Investment in securities market are subject to market risk. Read all the related documents carefully before investing. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിന്റെ ഈ ജീവിത കാലഘട്ടത്തിൽ സുഹൃതങ്ങൾ ചെയ്യാതെ പരലോകത്തേക്ക് നീ കടന്നു വരരുതേ. കാരണം ആഖിറത്തിൽ വലിയ ഹിസാബാണ്. اغتنم خمسا قبل خمس شبابك قبل هرمك وصحتك قبل سقمك وغناك قبل فقرك. തങ്ങളുപ്പെടുത്തുകയാണ്, 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ്, ജീവിതത്തിൽ 5 അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിപ്പെടുന്നതിന് മുമ്പ് 5 സമയങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. എല്ലാവർക്കും എത്തിപ്പെടുന്നതായ 5 അവസ്ഥകളുണ്ട്. ആ 5 അവസ്ഥകൾക്ക് മുമ്പ് നിങ്ങളുടേതാകുന്ന 5 സമയങ്ങളെ ശ്രദ്ധിക്കണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനാദ്യമായി നബി തങ്ങൾ എണ്ണിയത് പ്രായാധിക്യം എത്തുന്നതിന് മുമ്പുള്ള യുവത്വ കാലഘട്ടമാണ്. അല്ലാഹു ശ്രദ്ധിക്കാൻ തൗഫീഖ് നൽകി. ഇപ്പൊ ഈ സദസ്സിൽ താടി നരച്ചതും തലമുടി നരച്ചതുമായ ധാരാളം ആളുകളുണ്ട്. അവർ ഇന്ന് കൊതിക്കുന്നുണ്ട് ഒന്ന് യുവത്വത്തിലേക്ക് മടക്കപ്പെട്ടിരുന്നുവെങ്കിൽ. കാരണം നല്ല ആരോഗ്യമുള്ള സമയം കഴിഞ്ഞുപോയി. ഇപ്പൊ വഴിയും കുത്തിപ്പിടിച്ച് അല്ലെങ്കിൽ കൈകാലുകൾക്ക് സാധ്യത നഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ശരീരത്തിന് സിഹത്ത് കുറഞ്ഞ് നടുവ് വളഞ്ഞ് മുതുക് വളഞ്ഞിട്ടൊക്കെ ഇരിക്കുകയാണ്. ബുദ്ധിമുട്ടാണ്. ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ വയ്യ. മുമ്പത്തെ പോലെ 2 റക്അത്ത് കൂടുതൽ നിസ്കരിക്കാൻ വയ്യ. സുന്നത്ത് നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ നിന്ന് നിസ്കരിക്കാൻ വയ്യ. ഇരുന്ന് നിസ്കരിക്കേണ്ട അവസ്ഥ അല്ലേ? പ്രായമുള്ള ആളുകൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നസീബാക്കട്ടെ. പ്രായാധിക്യം കൊണ്ട് ബുദ്ധിമുട്ടിയിട്ട് പോലും ഈ മജ്‌ലിസിൽ വന്നു ചേർന്നിട്ടുള്ള ഒരുപാട് ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്. അല്ലാഹു ആഫിയത്തുള്ള സിഹത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ. ഇന്നവർ ആഗ്രഹിക്കുക, കണ്ടിട്ടില്ലേ എത്രയോ ആളുകൾ പ്രായാധിക്യം ചെന്നതാകുന്ന ആളുകൾ അവർ വഴി കുത്തിപ്പിടിച്ചിട്ടാണെങ്കിലും ദീനിയായ മജ്‌ലിസിലേക്ക് വരിക. വാക്കറിലാണെങ്കിലും എങ്ങനെയെങ്കിലും പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ ശ്രമിക്കുക. പ്രായം അവരെ തളർത്തിയിട്ടുണ്ട്, പക്ഷെ എങ്ങനെയെങ്കിലും പള്ളിയിലെത്തണം. കാരണം എന്താ? ചെറുപ്പകാലഘട്ടം നഷ്ടപ്പെട്ടു പോയി. ഇനി കുറഞ്ഞ സമയമുള്ളൂ ദുനിയാവിൽ. ചിന്ത വരികയാണ്, മരണത്തെ കുറിച്ചുള്ള ചിന്ത വന്നു. അവരുടെ പ്രായത്തിലുള്ളത് മറ്റുള്ള ആളുകൾ ഇങ്ങനെ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി എനിക്ക് അധിക നാളില്ല എന്നുള്ള ചിന്ത മനോമുഖരത്തിലേക്ക് വന്നപ്പോ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് അവർക്ക് വ്യഗ്രതയായി, താല്പര്യം കൂടി. ചെറുപ്പക്കാരോ ഇനി ഒരുപാട് കാലമുണ്ട് എന്നുള്ള ചിന്താധാരയിൽ നമ്മളിങ്ങനെ കളിച്ചും രസിച്ചും ദുനിയാവിൽ അടിച്ചു പൊളിക്കാം. അല്ലാഹു നമുക്ക് ആഫിയത്ത് നൽകട്ടെ, ദീർഘായുസ്സ് അല്ലാഹു നസീബാക്കട്ടെ. നബി തങ്ങൾ പറഞ്ഞു 5 അവസ്ഥകൾ വരുന്നതിന് മുമ്പ് 5 ഘട്ടങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തേത് യഗ്തനിം ഖംസൻ ഖബല ഖംസിൻ ശബാബക ഖബല ഹറമക. നിന്റെ വാർദ്ധക്യം എത്തുന്നതിന് മുമ്പുള്ള യുവത്വ കാലഘട്ടം ശ്രദ്ധിക്കണേ. നബി മുഹമ്മദ് മുസ്തഫ ഈ